ഇന്ത്യയിൽ 45ഓളം മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട്. അതിൽ പിന്നെ 1450ഓളം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും അവർ പുറത്തുവിടുന്നുണ്ട്. അതിൽ തന്നെ പിന്നെ എന്താ പറയുക, ധാർമ്മികമായിട്ടുള്ള വ്യാപാര രീതിയിലുള്ള സംഗതികളൊക്കെ അതിലുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുമോ അതിൽ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു രൂപം, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും രൂപങ്ങളും എനിക്കറിയില്ല. അത് വളരെ ബൃഹത്തായ ഒരു ഇതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഒരു രൂപം എങ്ങനെയാണ്. പൊതുവെ ടാറ്റ എത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ടല്ലോ, അവർ ചെയ്യുന്നത് കുറേ ആളുകളുടെ അടുത്ത് നിന്ന് ക്യാഷ് സംഘടിപ്പിക്കുന്നു. എന്നിട്ട് അവരിത് പല കമ്പനികളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ടാറ്റ ഈ ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് പല ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന, ആ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഇവർക്ക് വിതരണം ചെയ്യുന്നു. അവർക്ക് നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ ആ നഷ്ടം ഇവരെ അറിയിക്കുന്നു. അത് ഇവർ സഹിക്കേണ്ടി വരും. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്തില്ല, പ്രത്യക്ഷത്തിൽ അത് ഹറാമാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം ലാഭനഷ്ടത്തിലുള്ള പങ്കാളിത്തത്തോടു കൂടിയാണ്. ഇതിൽ തന്നെ ഈ വ്യത്യസ്ത കച്ചവട സംരംഭങ്ങളിൽ നിക്ഷേപിക്കുന്നു, ലാഭകരമായ സംരംഭങ്ങളിൽ നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഹറാമും ഹലാലും ഉണ്ട്. അബ്കാരി മുതൽ ഇൻഷുറൻസ്, പലിശ ഇടപാടുകൾ മുതൽ പന്നിമാംസ കച്ചവടം മുതൽ എല്ലാത്തിലും ചെയ്യാമല്ലോ. നമ്മൾ കച്ചവടത്തിന് ഫസ്റ്റ് നിബന്ധന. അതെ, ഈ പണം ഏതിലും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള കമ്പനികളുണ്ട്. എന്നാൽ ചില കമ്പനികൾ പഠിച്ച് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ പഠനം നടത്തിയതിനു ശേഷം ആ കമ്പനികളിൽ ചേരാം, ഇൻവെസ്റ്റ് ചെയ്യാം, കാരണം അതൊക്കെ ഹലാലായ ഫീൽഡാണ് എന്ന് ഫത്വ നൽകിയിട്ടുണ്ട്. അവരെ ഫത്വ എത്രത്തോളം ശരിയാണ് എന്നത് ഈ ചേരുന്ന ആളുകളാണ് പരിശോധിക്കേണ്ടത്. എന്നുവെച്ചാൽ ഇന്ന കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ടിന്റെ സംരംഭത്തിലാണ് ചേരുന്നതെങ്കിൽ കുഴപ്പമില്ല, കാരണം അവർ ഹലാലായ ഫീൽഡുകളിൽ മാത്രമേ ഇത് ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ എന്നവർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത്, അത് കൊല്ലം പരിശോധിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ ഉള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ പങ്കുവഹിക്കുന്നതും ഷെയർ ചേരുന്നതിനൊന്നും ഈ അടിസ്ഥാനത്തിൽ എന്തില്ല, ഹറാമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലാഭം ഉദ്ദേശിച്ചാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ അവിടെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഏത് സംരംഭത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നയാൾക്ക് താൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര ശതമാനം ലാഭം കിട്ടുമെന്ന് തുടക്കത്തിൽ ഫിക്സ് ചെയ്യണം. എത്ര ശതമാനം കേട്ടോ, എത്ര എമൗണ്ട് എന്നല്ല, ലാഭത്തിന്റെ ഇത്ര ശതമാനം അങ്ങനെ ഉണ്ടോ, അത് ഈ ചേരുന്ന ആളുകൾ പരിശോധിക്കേണ്ടതാണ്. അതും രണ്ട് നിബന്ധനയാണ് പുസ്തകം പറഞ്ഞത്. ഒന്ന്, എത്ര ശതമാനമാണ് ലാഭം എന്നുള്ളത് നിശ്ചയിക്കണം, ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഹലാലായ കച്ചവടമാണ് അവിടെ നടക്കുന്നത് ആ കമ്പനിയിൽ എന്ന് ഉറപ്പുവരുത്തണം. എനിക്ക് വരുമാനം കിട്ടുന്നത് ഒരിക്കലും ഇസ്ലാം വിലക്കിയ വഴിയിലൂടെ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല എന്ന കാര്യം ഉറപ്പുവരുത്തണം. മൂന്നാമത്തത്, നഷ്ടത്തിൽ, അത് പിന്നെ ഉണ്ടെന്നാ പറയപ്പെടുന്നത്, ലാഭത്തിൽ പങ്കാളിത്തം വഹിക്കുന്നത് പോലെ തന്നെ ഓരോരുത്തരുടെയും ഓഹരി അനുസരിച്ച്, ഷെയർ അനുസരിച്ചുള്ള പങ്കാളിത്തം ആനുപാതികമായ നഷ്ടത്തിലും ആനുപാതികമായി വഹിക്കണം. ഇക്കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോക്കാനുള്ളത്. അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണെന്നുള്ള ഇൻഷാ അല്ലാഹ്.